ഹേ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോകുന്നത് നമ്മുടെ സെക്യൂറോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഓപ്പണിംഗ് സീക്വൻസ് ഉണ്ട്. ബേസിക്കലി ആ സീക്വൻസിൽ കാണിക്കുന്നത് വാറാണ്, ആഷിനയിൽ നടക്കുന്ന ഒരു വാറാണ്. ആഷിന ഈസ് എ റീജൻ ഇൻ ദ സെൻഗൂക്കോ പീരീഡ് ഓഫ് ജപ്പാൻ. ജപ്പാനിലെ ഒരു സെൻഗൂക്ക എറ ആ ഒരു പീരീഡിൽ ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു ആഷിന. ഒരു മൗണ്ടൈനസ് റീജിയനാണ്. സോ ഈ സിനിമാറ്റിക് വീഡിയോ നമുക്ക് ആദ്യം കാണാൻ ഭയങ്കര ബേസിക് ഒരു ഫൈറ്റാണ്, ഒരു വാറാണ്, അത്രയൊക്കെ നമുക്ക് തോന്നുള്ളൂ. വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും നമുക്ക് തോന്നത്തില്ല. പക്ഷെ ഇവിടെയാണ് കുറേ കാര്യങ്ങൾ, ഈ ഗെയിം നമ്മൾ എന്തുകൊണ്ടിട്ടാണ് കളിക്കണം എന്നുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത് ഈ ഒരു സീക്വൻസിൽ നിന്നാണ്. ബേസിക്കലി ഇതിൽ നമുക്ക് കാണാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇതിൻ്റെ അകത്ത് ആഷിനയിലെ വാറ് കാണാൻ പറ്റും, ജനറൽ ടമൂറയുടെ ഫാൾ, നമ്മുടെ ഇഷിൻ്റെ റൈസ്, നമ്മുടെ ഔളിൻ്റെ ട്രൂ ഇൻറ്റൻഷൻ, Wolf's childhood and his traumatic experience with his stepfather, master, and I think that is a really traumatic experience that guy had. And Emma, Genichiro, ഇവരൊക്കെ എങ്ങനെയാണ് വന്നത്, ഈ എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എല്ലാത്തിൻ്റെയും തുടക്കം ഈ വാറിനാണ്. സോ ബേസിക്കലി നമുക്ക് ആ ഒരു സിനിമാറ്റിക് വീഡിയോ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കത് എന്താണ് അതിൻ്റെ അവസ്ഥ എന്നൊന്ന് കാണാം. നമുക്ക് സീക്വൻസ് സ്റ്റാർട്ട് ആവുന്ന ടൈമിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു കാം അറ്റ്മോസ്ഫിയർ ആയിരിക്കും കാണുന്നത്. പക്ഷേ ഈ അറ്റ്മോസ്ഫിയറിനിടയിൽ കൂടി ഒരു സോൾജർ, ഹീസ് റിയലി ഇൻജേർഡ്, ഹീസ് ട്രൈങ് ടു റൺ, എങ്ങോട്ടോ രക്ഷപ്പെട്ട് ഓടറേ, വാറിൻ്റെ ഇടയിൽ നിന്ന് രക്ഷപ്പെട്ട് എങ്ങോട്ടോ പോകാൻ വേണ്ടി നോക്കുക. പക്ഷെ കറക്റ്റ് അവൻ പോയി ഈ വാറിൻ്റെ നടുക്ക് പോയി പെടും. ഐ തിങ്ക് ഹീ ലോസ്റ്റ് ഓൾ ഹിസ് ഹോപ്പ്. അവൻ മുട്ടയിരുന്നു, എന്നെ കൊന്നോളും എന്നുള്ള ഇതിലായിരിക്കും നിൽക്കുന്നത്. ഓ ഫക്ക്, റൈറ്റ് ത്രൂ ദ ത്രോട്ട്. പക്ഷെ ഇവിടെ ഇത്ര യുദ്ധവും കാര്യങ്ങളൊക്കെ നടക്കുന്ന ടൈമിൽ അവിടെ ദർ ഇസ് എ ഗായ് ഹു വോണ്ട് ലെറ്റ് ആഷിന ഫാൾ ഇൻ എനി വേ. ഹീസ് എ മാസ്റ്റർ സ്പോർട്സ്മാൻ. അവനൊരു മാസ്റ്റർ സ്പോർട്സ്മാൻ ആണ്. ആൻഡ് ആഷിനെ ഒരു രീതിയിലും ഫാൾ ആവാൻ അവൻ സമ്മതിക്കത്തില്ല. ഹീസ് നൺ അതർ ദാൻ ഇഷിൻ. പറഞ്ഞ പത്തിനടിച്ച് നെല്ല് വീട്. സോ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ നമ്മുടെ ജനറൽ ടമൂറയുടെ കയ്യിലൊരു സ്പിയർ ഉണ്ട്. ആ സ്പിയർ ആണ് നമ്മുടെ ലാസ്റ്റ് ഇഷ്യൂൻ്റെ ഫൈറ്റിലും ആൻഡ് നമ്മുടെ ഗ്യുനേബുവിൻ്റെ കയ്യിലും ഈ സെയിം സ്പിയർ ആണ് ഇരിക്കുന്നത്. ആൻഡ് ഇൻ ദ മിഡിൽ ഓഫ് ദ ഫൈറ്റ് നമ്മുടെ ഇഷിൻ ലാൻഡ്സ് എ പെർഫെക്റ്റ് ഡെത്ത് ബ്ലോ ടു ജനറൽ ടമൂറ ആൻഡ് എൻഡ്സ് അപ്പ് കില്ലിങ് ഹിം. ആ ഒരു സീക്വൻസിൽ ജനറൽ ടമൂറ മരിക്കും. ഇഷിൻ വിൽ ബി ദ ഫൗണ്ടർ ഓഫ് Ashina from now on. And അതൊരു ഫുൾ ഒരു വ്രച്ചഡ് വേസ്റ്റ് ലാൻഡ് ആയിട്ടിരിക്കുകയാണ്. ആൾക്കാരെല്ലാവരും അവിടെ മരിച്ചിരിക്കുന്നു, ഇവിടെ മരിച്ചു. ആ സമയത്ത് ഇങ്ങനെ അവള് നടന്നു പോകുന്ന ടൈമിൽ ഹി വിൽ ബി ഏബിൾ ടു സീ എ കിഡ് ഹൂ ഹാസ്, അവൻ നരകത്തിൽ കൂടി, എത്ര ആൾക്കാരോടെ മരിച്ച നരകത്തിൽ കൂടി നടന്നു പോകണം. അവൻ്റെ അവസ്ഥ നമുക്ക് എന്താന്ന് പറയാം. ടൈമിൽ അവൾ ഇവനെ സ്പോട്ട് ചെയ്യും. ഫസ്റ്റ് തന്നെ ഒരു ഡെഡ്ലി കട്ട് കൊടുക്കും, റൈറ്റ് ത്രൂ ദ ഫേസ്. ചോദിക്കും എന്ത് പറ്റി സ്ട്രേ എന്നാ ചോദിക്കണത്, എനിക്കൊന്നും നഷ്ടപ്പെടാനില്ലേ. ആൻഡ് ദിസ് ഗൈ ഡസൻ ഹാവ് എനി ഹോപ്പ്. നമ്മുടെ വൂൾഫ് ഡസൻ ഹാവ് എനി ഹോപ്പ്. ചോദിക്കും നീ എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ടോ. ദിസ് ഗൈ, നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല, വി ഡോണ്ട് ഹാവ് എനിത്തിങ്, വി ലോസ്റ്റ് എവറിത്തിങ്. നമ്മളപ്പം അന്ന് നമ്മൾ അവളുടെ കൂടെ ജോയിൻ ചെയ്തതാണ്. അവള് നമ്മളെ ഭയങ്കര കഠിനമായിട്ട് ട്രെയിൻ ചെയ്യും, മാസ്റ്റർ ഷിനോബി ആക്കും. വി വാണ്ട് അവർ സെൽഫ് ടു പ്രൂവ് സംതിങ് ടു അവൾ, ബട്ട് അവൾ ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ്. അപ്പം എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് അവളൊരു ടാസ്ക് തരുന്നു. കുറോ ഉണ്ട്, നിന്റെ അച്ഛൻ്റെ വേർഡാണ് ഏറ്റവും ആബ്സല്യൂട്ട് ആൻഡ് യു ഷുഡ് ബി എന്താണ് എപ്പോഴും മാസ്റ്ററിൻ്റെ കൂടെ ഉണ്ടാവണം. യു ഷുഡ് പ്രൊട്ടക്ട് ഹിം. ഇഫ് ഹീസ് ടേക്കൺ, എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടുണ്ട്, കിഡ്നാപ്പ് ചെയ്ത് എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ, you should get him back and defend him with his life at any cost. അങ്ങനത്തെ ഒരു രീതിയിലാണ് ആ ഒരു കോൺവെർസേഷൻ പറയുന്നത്. സോ ബേസിക്കലി ഈ ഒരു റിലേഷൻഷിപ്പ് എനിക്ക് അത്ര ഒരു നല്ലൊരു റിലേഷൻഷിപ്പായിട്ട് തോന്നിയിട്ടില്ല. ഐ കൈൻഡ് ഓഫ് തിങ്ക് ലൈക്ക് ഈ സെക്യൂറോ ഈസ് എ ഗായ് ഹൂസ് ഹാവിങ് എ ട്രോമാറ്റിക് ചൈൽഡ്ഹുഡ്, എ ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ലിവിങ് growing up, trying to prove his father at some point, stepfather at a point. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് മാസ്റ്ററിന് വേണ്ടിയിട്ട് ജീവിക്കുന്നത്. ഐ ഡോണ്ട് തിങ്ക് ദിസ് ഗായ് ഹാസ് എ ലൈഫ് ഓർ എനിത്തിങ്. ഐ ഡോണ്ട് നോ. സ്റ്റിൽ ദിസ് ഇസ് എ ഗെയിം. ആൻഡ് അതർ ദാൻ ദാറ്റ് എനിക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ
ജനറൽ ടമൂറയുടെ കയ്യിലിരിക്കുന്ന ആ സ്പിയർ, ആ കുന്തമാണ് നമ്മുടെ ഈ ഗെയിമിൻ്റെ അകത്ത് നമുക്ക് കാണാം. ലാസ്റ്റ് ഇഷിൻ്റെ ഒരു ഫൈറ്റ് ഉണ്ട്. ഇഷിൻ്റെ ലാസ്റ്റ് ബോസ് ഫൈറ്റിൽ ഈ ഒരു പെർട്ടിക്കുലർ കുന്തമാണ് ഇഷിൻ യൂസ് ചെയ്യുന്നത് ഓഫ് ജനറൽ ടമൂറ. ആൻഡ് ഓൾസോ ഇഫ് യു റിമെമ്പർ ലൈക്ക് ഡ്യൂറിങ് ദ ഫൈറ്റ് വിത്ത് യുനേബു മസട്ടാക്ക ഒനീവ, അയാളും ഈ ഒരു പെർട്ടിക്കുലർ സോഡും ഈ സെയിം കുന്തം കൊണ്ടിട്ടാണ് വരുന്നത്. ആൻഡ് അബൌട്ട് ഗെനിച്ചിറോ ആൻഡ് എമ, ഈ വാറിന്റെ ആഫ്റ്റർ എഫക്ട്സ് ആയിട്ട് ലോട്ട് ഓഫ് കിഡ്സ് വെയർ ഓർഫൻഡ്. അറ്റ് ദാറ്റ് ടൈം ഐ ടോൾഡ് യു ലൈക്ക് നമ്മുടെ സ്കൾപ്ചർ ഓൾസോ പ്ലേഡ് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ആ ഒരു വാറിൽ. സ്കൾപ്ചറാണ് ശരിക്കും എമ്മേനെ അഡോപ്റ്റ് ചെയ്യുന്നത്. ആൻഡ് he trained her to be something related to medical or something, I don't know. And Genichiro is an adopted grandson of Ishin, and he I kind of think like he wants the divine as blood. Ishin is not into that, and I'll explain more about that in the coming gameplay. So I hope you guys were able to get a lot of information from this. നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും ഞാനിപ്പോൾ പറഞ്ഞത് എന്തെങ്കിലും മിസ്റ്റേക്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഐ തിങ്ക് ദർ വുഡ് ബി സം മിസ്റ്റേക്സ്, ഐ ഡോണ്ട് നോ. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ഷെയർ ഇറ്റ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. ആൻഡ് ഇഫ് യു വാണ്ട് മീ ടു ഇംപ്രൂവ് ഇൻ എനി വേ, പ്ലീസ് ഡു ഹെൽപ്പ് മീ ഇംപ്രൂവ്. ഓക്കെ, സോ താങ്ക് യു. സീ യു ഗൈസ്, ബൈ.